രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയതിൽ മുതൽ നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടികളാണ് സൃഷ്ടിക്കുന്നത്. ഇതിനിടയിലാണ് തൊഴിൽ അധിഷ്ഠിത ഇബി കുടിയേറ്റ വിസ വിഭാഗങ്ങളിൽ നിരവധി മാറ്റങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏപ്രിൽ 2025 വിസ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ഇതിൽ ഗ്രീൻ കാർഡുകൾ തേടുന്ന ഇന്ത്യക്കാർക്ക് വൻ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന സൂചനയും നൽകിയിട്ടുണ്ട്. ആദ്യം EB-5 വിസ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം എന്നത് വിദേശ നിക്ഷേപകർക്ക് US സ്ഥിര താമസം തേടാനുള്ള അവസരമാണ് നൽകുന്നത്. കൂടാതെ നിയുക്ത തൊഴിൽ മേഖലകളിൽ കുറഞ്ഞത് $1 മില്യൺ അല്ലെങ്കിൽ $50 ലക്ഷം നിക്ഷേപിച്ച് US സ്ഥിര താമസം നേടാനുള്ള അവസരവും ഇതുവഴി നൽകുന്നു. US തൊഴിലാളികൾക്ക് കുറഞ്ഞത് 10 മണിക്കൂർ മുഴുവൻ സമയ ജോലികളെങ്കിലും സൃഷ്ടിക്കുന്ന പുതിയ വാണിജ്യ സംരംഭങ്ങളിലേക്ക് കടന്നുവരാനും ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ഈ ഒരു പരിപാടി പ്രത്യേകിച്ചും ആകർഷകമാകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അമേരിക്കയിൽ സ്ഥിരതയും അവസരങ്ങളും തേടുന്നവർക്കാണ് ഈ ഒരു പരിപാടി പ്രത്യേകിച്ചും ഗുണം ചെയ്യുന്നത്. ഇനി ബുള്ളറ്റിനിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ EB-5 അൺറിസർവ്ഡ് വിഭാഗം 2019 നവംബർ 1 മുതൽ 2 വർഷത്തിലേറെ പിന്നോട്ട് പോയതായി കണക്കാക്കുന്നുണ്ട്. കൂടാതെ ചൈനയുടെ EB-5 അൺറിസർവ്ഡ് വിഭാഗം ഏകദേശം 2.5 വർഷം പിന്നോട്ട് പോയി. 2014 ജനുവരി 22 വരെ അത് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ EB-1, EB-2, EB-3 വിഭാഗങ്ങൾ മുൻനിരയിലെത്തുകയും 2025 ഒക്ടോബർ 1 വരെ എല്ലാ രാജ്യങ്ങൾക്കും EB-4 വിസകൾ നിലവിൽ ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നീക്കുകയും ചെയ്തു. അതേസമയം പ്രത്യേകിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള ചില തൊഴിൽ അധിഷ്ഠിത വിസ വിഭാഗങ്ങളിൽ EB-5 അൺറിസർവ്ഡ് വിഭാഗത്തിൽ ഗണ്യമായ പിന്നോട്ടിടിവ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനർത്ഥം അപേക്ഷകർക്ക് കൂടുതൽ കാത്തിരിപ്പ് സമയം നേരിടേണ്ടി വരുമെന്നാണ്. ഇത് തൊഴിൽ അഭിമുഖ സ്ലോട്ടുകൾക്കായുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ കുടുംബ സ്പോൺസർ ചെയ്ത വിഭാഗങ്ങളിലെ പിന്നോട്ടടിക്കൽ കൂടുതൽ പ്രോസസ്സിംഗ് സമയത്തിനും അഭിമുഖ ആവശ്യകത വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും ബുള്ളറ്റിനിൽ വ്യക്തമാണ്. കൂടാതെ 2025 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പരിധികൾ അനുവദനീയമായ പരമാവധി പരിധിക്കുള്ളിൽ നിന്ന് നമ്പർ ഉപയോഗം നിലനിർത്തുന്നതിന് EB-5 അൺറിസർവ്ഡ് വിസ വിഭാഗങ്ങളിൽ ചൈനയും ഇന്ത്യയും ഉപയോഗിക്കുന്ന വർദ്ധിച്ച ആവശ്യകതയുടെ എണ്ണവും ഒപ്പം തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകതയും എണ്ണവും കാരണം ഈ ഒരു അന്തിമ നടപടി തീയതികൾ മുൻകാല പ്രാബല്യത്തോടെ പിന്നോട്ട് മാറ്റേണ്ടി വന്നതായി ഏപ്രിൽ വിസ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഗ്രീൻ കാർഡിനായി അപേക്ഷിച്ചവരുടെ ഗ്രീൻ കാർഡ് എപ്പോൾ അംഗീകരിക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ചും അന്തിമ അപേക്ഷാ രേഖകൾ എപ്പോൾ സമർപ്പിക്കാമെന്നതിനെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡുകൾക്ക് ഏത് തീയതി ഉപയോഗിക്കണമെന്ന് USCIS തീരുമാനിക്കുകയും 2025 ഏപ്രിലിൽ അവർ അന്തിമ നടപടി തീയതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ മിക്ക കുടുംബ വിഭാഗങ്ങളുടെയും കാത്തിരിപ്പ് സമയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. EB-5 പ്രോഗ്രാമിന് കീഴിൽ ഗ്രീൻ കാർഡുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ നിക്ഷേപകർക്ക് പിൻവാങ്ങൽ കാരണം കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായി വരും. 2019 നവംബർ 1 ശേഷം മുൻഗണനാ തീയതിയുള്ള അപേക്ഷകരുടെ കാലതാമസം അവരുടെ കുടിയേറ്റത്തെയും നിക്ഷേപ പദ്ധതികളെയും ഒന്നടക്കം ബാധിച്ചേക്കാം. സ്ഥിരം പദവി നേടുന്നതിനുള്ള സമയപരിധിയെക്കുറിച്ചുള്ള മറ്റ് വിസ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ചിന്തിക്കുകയോ അവരുടെ പ്രതീക്ഷകൾ പരിഷ്കരിക്കുകയോ ചെയ്യുന്നത് നിക്ഷേപകർക്ക് ആവശ്യമായി വന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവന അനുസരിച്ച് ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ളവർക്കോ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കും അന്തിമ തീരുമാന തീയതികൾ നിശ്ചയിക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം. കൂടാതെ EB-5 നിക്ഷേപകർക്ക് വിസ ബുള്ളറ്റിൻ അപ്ഡേറ്റുകളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഈ ഒരു ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.